എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ശ്രീ ഒറവിങ്കൽ ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവത്തിന്റെ അവസാന ദിവസമാണ് താലപ്പൊലി തിരിതെളിയിക്കുന്ന ചടങ്ങ്. കഴിഞ്ഞ വീഡിയോ താലപ്പൊലി തിരിതെളിയിക്കുന്നതും അതേപോലെ അതിനെക്കുറിച്ച് അറിയാവുന്ന കുറച്ച് വിവരങ്ങളുമായിട്ടായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. താലപ്പൊലിയുടെ തലേ ദിവസമായ വലിയ വിളക്ക് ദിവസം നടന്നിട്ടുള്ളതും അതേപോലെ താലപ്പൊലി ദിവസം നടന്നിട്ടുള്ളതുമായ ചടങ്ങുകളുടെ വീഡിയോയും അതേക്കുറിച്ച് എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളുമാണ് ഈ ഒരു വീഡിയോയിലുള്ളത്. കുട്ടിക്കാലത്ത് പറഞ്ഞു കേട്ടിട്ടുള്ളതും അതായത് പണ്ട് കാലത്ത് അവിടെ ചെയ്യുന്നതും അതേപോലെ ഇപ്പോൾ പല ചടങ്ങിലും പല മാറ്റങ്ങളും വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടെ കോർത്തിണക്കിക്കൊണ്ടാണ് പറയുന്നത്. ഒറവിങ്കൽ ക്ഷേത്രത്തിൽ നമ്പ്രത്ത് മൂത്താശാരിക്ക് പ്രമുഖ സ്ഥാനമാണ് ഉള്ളത്. കൊടിയേറ്റ ദിവസം മുതൽ താലപ്പൊലി വരെയുള്ള പല ചടങ്ങുകളിലും ഇവർക്ക് ഗണ്യമായ സ്ഥാനമുണ്ട്. നമ്പ്രത്ത് ആശാരി തറവാട്ടിലെ ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയെയാണ് മൂത്താശാരിയായി കണക്കാക്കുന്നത്. ഇതാണ് നമ്പ്രത്ത് തറവാട്. പടിഞ്ഞാറയിൽ കുഞ്ഞിശങ്കരൻ എന്ന ആളാണ് ഇപ്പോൾ മൂത്താശാരി. കൊടിയേറ്റ ദിവസം രാവിലെ തന്നെ തറവാട്ടിലെ പുരുഷന്മാരും സ്ത്രീകളും ഒന്നിച്ച് ഒറവിങ്കൽ ക്ഷേത്രത്തിൽ പോകും. മൂത്താശാരിയും സംഘവും കൊടിമരത്തിൽ ഉയർത്തുവാനുള്ള പാലമരം നോക്കിപ്പോയി അതിൽ നിന്നും ബലമുള്ള കഷ്ണം മുറിച്ചെടുത്ത് നടയ്ക്ക് താഴെ പാലക്കീഴിലെത്തും. മുറിച്ചെടുത്ത കൊമ്പിലെ കൂടുതൽ കട്ടിയുള്ള ഭാഗത്ത് ഒരു രൂപം കുത്തിയെടുക്കുന്നു. നടയ്ക്ക് താഴെയുള്ള അവരുടെ അവകാശത്തറയും പരിസരങ്ങളും സ്ത്രീകൾ വൃത്തിയാക്കുന്നു. അങ്ങനെ കൊടിയേറ്റത്തിനു മുമ്പ് തന്നെ തുടങ്ങും അവർക്കുള്ള ഓരോ ചടങ്ങുകൾ. കൊടിയേറ്റത്തിന് മുറിച്ചെടുക്കുന്ന കവുങ്ങ് നിലം തൊടാതെയാണ് മുറിച്ചെടുക്കുക. ഇങ്ങനെ മുറിച്ചെടുക്കുന്ന കവുങ്ങ് ചെത്തി മിനുക്കിയെടുക്കുന്നത് ഇവരാണ്. മുറിച്ചു കൊണ്ടുവന്ന് താഴെ വെക്കുമ്പോൾ പ്രത്യേകമായി സജ്ജീകരിച്ച മരത്തകിടുകൾ വെച്ച് അതിൻ്റെ മുകളിലാണ് വെക്കുക പതിവ്. കാരണം കവുങ്ങ് താഴെ തൊടാൻ പാടില്ല. അതെല്ലാം തന്നെ മൂത്താശാരിയുടെ നേതൃത്വത്തിൽ ആണ് ചെയ്യുക. താലപ്പൊലി ദിവസവും ഇവർക്ക് വലിയ പ്രാധാന്യമുണ്ട്. താലപ്പൊലി ദിവസം ഉച്ചയോടെ നമ്പ്രത്ത് തറവാട്ടിലെ ചടങ്ങുകളും കുടുംബാംഗങ്ങൾക്കുള്ള സദ്യയും തറവാട്ട് മണ്ഡപത്തിലെ കാരണവന്മാരെയും ധർമ്മഭഗവതിയെയും പ്രാർത്ഥിച്ച് മൂത്താശാരിയോടൊപ്പം കുടുംബാംഗങ്ങൾ എല്ലാവരും കൂടെ ഒറവിങ്കൽ അമ്പലത്തിലേക്ക് എഴുന്നള്ളി പോകും. എഴുന്നള്ളി പോകുമ്പോൾ ചെണ്ടവാദ്യങ്ങൾ, പരിചമുട്ട്, വിൽക്കളി എന്നിവയുണ്ടാവും. പരിചമുട്ടാണ് ഈ കാണുന്നത്. പട്ടുടുത്ത് കൈകളിൽ വളയിട്ട് ചുവന്ന പട്ട് കഴുത്തിൽ ചുറ്റി പട്ട് മേലാപ്പിനുള്ളിൽ ആണ് മൂത്താശാരി ഉണ്ടാവുക. ഈ മേലാപ്പിൻ്റെ 4 കാലുകൾ അവരുടെ കൂടെയുള്ളവർ പിടിക്കും. മൂത്താശാരിയുടെ കൂടെ അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഉണ്ടാവും. മൂത്താശാരി കയ്യിൽ ഒരു ഓലക്കുട പിടിക്കുന്ന പതിവും ഉണ്ടാവാറുണ്ട്. മലയ വിഭാഗക്കാരുടെ അവകാശമാണ് ഇവർക്കുള്ള ഓലക്കുട കൊടുക്കുന്നതും വാദ്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതും. ഇവരുടെ എഴുന്നള്ളത്ത് പാലക്കീഴിലെത്തിയാൽ അവിടെ അവരുടെ തറയിൽ വിശ്രമിക്കുകയാണ് പതിവ്. താലപ്പൊലി തിരിതെളിയിക്കാൻ കോതോളി പോവും വരെ അവർ അവിടെ തന്നെ ഉണ്ടാവും. നമ്പ്രത്ത് തറവാട്ടിലെ താലപ്പൊലി വ്രതമെടുത്ത സ്ത്രീകളും ഇവരുടെ കൂടെ ഉണ്ടാവും. തിരി തെളിയിക്കാൻ പോകുമ്പോൾ ഇവർ കൂടെ പോവുകയും തിരിച്ച് തിരി തെളിയിച്ച് വരികയും ചെയ്യും. അവർക്ക് താലപ്പൊലി സമർപ്പിക്കാൻ നിശ്ചയിക്കപ്പെട്ട സ്ഥലത്ത് താലപ്പൊലി അവർ സമർപ്പിക്കുന്നു. മൂത്താശാരിയും സംഘവും വ്രതമെടുത്ത് മനസ്സും ശരീരവും ശുദ്ധമാക്കി അർപ്പണബോധത്തോടെ മുറ തെറ്റാതെ ആചാരങ്ങൾക്കനുസൃതമായി അവർക്ക് കിട്ടിയ ചുമതലകൾ ഭക്തി ആദരപൂർവ്വം നിർവഹിക്കുന്നു. അവർ കോതോളിയിൽ നിന്ന് താലപ്പൊലി തിരിതെളിയിച്ച് വരുന്ന ആ ഒരു വീഡിയോ ആണ് ഇത്. ഇനി വലിയ വിളക്ക് ദിവസത്തെ ഗണപതി വരവിനെക്കുറിച്ചും താലപ്പൊലി ദിവസം നടക്കുന്ന കരടി വരവിനെ പറ്റിയും പറയാം. ഒറവിങ്കൽ അമ്പലത്തിലെ മറ്റൊരു അവകാശ വിഭാഗമാണ് ആച്ചേരി തെരു ആസ്ഥാനമായുള്ള പത്മശാലിയ വിഭാഗം. താലപ്പൊലി മഹോത്സവത്തിൻ്റെ വിവരം അറിയിച്ചുകൊണ്ട് അവരെ ക്ഷണിക്കാൻ ക്ഷേത്രത്തിൽ നിന്നും ഒരാൾ ഇവരുടെ തറവാട്ട് കാരണവരുടെ അടുത്തെത്തും. കൊടിയേറ്റത്തിനു മുമ്പേ അമ്പലമുറ്റം അടിച്ചു തളിച്ച് ചാണകം മെഴുകി ശുദ്ധീകരിക്കാനുള്ള ചുമതല ഇവർക്കാണ്.
പണ്ട് കാലത്ത് അന്നേ ദിവസമാണ് ഒറവിങ്കൽ ഇല്ലത്തെ കുളത്തിൽ നിന്നും വെള്ളമെടുക്കാനുള്ള അവകാശം അവർക്കുണ്ടായിരുന്നത്. പണ്ട് കാലത്ത് പഴയ പയ്യനാട്ടിലെ 14 തെരുവുകളിലായി ഇവരുടെ കുടുംബാംഗങ്ങൾ വ്യാപിച്ചു കിടന്നിരുന്നു എന്നാണ് പറയുന്നത്. മുൻകാലത്ത് ഈ 14 സ്ഥലത്തു നിന്നുള്ള ആളുകൾ ഒന്നിച്ച് ആച്ചേരി തെരുവിൽ എത്തിയിട്ട് അവിടെ നിന്ന് ഉച്ചഭക്ഷണം കഴിച്ചതിന് ശേഷമാണ് ഗണപതി വരവൊക്കെ നടത്തിയിരുന്നത്. ഇപ്പോൾ ആച്ചേരി തെരു, നടുവത്തൂർ തെരു, വെളിയണ്ണൂർ തെരു എന്നിവിടങ്ങളിലെ ആളുകളാണ് ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കുക. ഈ 3 സ്ഥലത്തെ ക്ഷേത്രങ്ങളിലെ ശ്രീകോവിലിൽ നിന്നും കൊളുത്തുന്ന തിരുനാളം ഇവരുടെ ചടങ്ങിൽ ഉണ്ടായിരിക്കും. ചങ്ങലവട്ട എന്ന വിളക്കിൽ കൊളുത്തുന്ന തിരുനാളത്തിലാണ് ഗണപതി സാന്നിധ്യം എന്നാണ് വിശ്വാസം. ആച്ചേരി തെരു, വെളിയണ്ണൂർ തെരു, നടുവത്തൂർ തെരുവിൽ സംഗമിച്ച് അവിടെ നിന്നുമാണ് ഇപ്പോൾ ഉറവിങ്കൽ ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളുന്നത്. ആർപ്പ് വിളിച്ച് പുറപ്പെട്ട് അവർ നിരാരിയിലെത്തിയാൽ അവിടെ നിൽക്കും. അമ്പലത്തിലെ ഒരു ചടങ്ങ് കഴിഞ്ഞ് ഒരു കതിന കേട്ട ശേഷമാണ് അമ്പലത്തിലേക്ക് പോകുന്നത്. എല്ലാവരും ഒന്നിച്ച് കൈ കോർത്തു പിടിച്ചുകൊണ്ട് നടായി നടോയ് ഹാ എന്ന് ആർപ്പ് വിളിച്ചുകൊണ്ടാണ് അവർ അമ്പലത്തിൻ്റെ മുമ്പിലെത്തുന്നത്. പടിഞ്ഞാറേ നടയിലൂടെയാണ് ഇവർ അമ്പലത്തിൽ പ്രവേശിക്കുന്നത്. അമ്പലത്തിലെ നേരെ നടമുന്നിൽ എത്തിക്കഴിഞ്ഞാൽ അമ്മേ എന്ന് 3 പ്രാവശ്യം വിളിച്ച ശേഷം 3 പ്രാവശ്യം അമ്പലം വലം വെച്ച് ചാടും. ഹുങ്കാര ശബ്ദത്തോടെയാണ് ക്ഷേത്രം വലം വെച്ച് ചാടുന്നത്. താലപ്പൊലി നല്ല രീതിയിൽ നടക്കാനും വിഘ്നങ്ങൾ അകറ്റാനും ദുഷ്ടശക്തികളെ അകറ്റാനും ശ്രീ ഒറവിങ്കൽ അമ്മയുടെ ക്ഷണമനുസരിച്ച് ആച്ചേരി തെരു ഗണപതി ക്ഷേത്രത്തിൽ നിന്നും ഗണപതി വരുന്നു എന്നാണ് ഇതിൻ്റെ പിന്നിലുള്ള വിശ്വാസം. അമ്പലമുറ്റത്ത് ഗണപതി എത്തിക്കഴിഞ്ഞാൽ എല്ലാ വിഘ്നങ്ങളും അകന്നു പോകുന്നു എന്നാണ് വിശ്വാസം. പിന്നീട് ഉത്സവ ചടങ്ങുകളുടെ നേതൃത്വം ഗണപതി ഏറ്റെടുത്തു എന്നാണ് വിശ്വസിക്കുന്നത്. വലിയ വിളക്ക് ദിവസം നടക്കുന്ന ഈ ഗണപതി വരവിൽ പത്മശാലിയ വിഭാഗത്തിലുള്ള സ്ത്രീകളുടെ സാന്നിധ്യം ഉണ്ടാവാറില്ല. ഇവർ അങ്ങനെ നേരെ നടയുടെ മുമ്പിലെത്തും. അവിടെ എത്തിയിട്ടാണ് 3 പ്രാവശ്യം അമ്മേ അമ്മേ എന്ന് വിളിക്കുന്നത്. അതിനുശേഷമാണ് അവർ ഹൂങ്കാര ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട് 3 പ്രാവശ്യം അമ്പലം ചുറ്റുന്നത്. ഗണപതി വരവിൽ വരുന്നവർക്ക് അമ്പലത്തിൽ നിന്നും എണ്ണ കൊടുക്കുന്ന ഒരു പതിവുണ്ട്. അത് കൊടുക്കുന്നത് വാണിയ സമുദായത്തിൽപ്പെട്ട നാടാഞ്ചേരി നായന്മാരുടെ അവകാശമാണ്. അവിടുന്ന് കൊടുക്കുന്ന ആ എണ്ണ തേച്ചാണ് അവർ പിറ്റേ ദിവസം, അതായത് താലപ്പൊലി ദിവസം അവർ അമ്പലത്തിൽ എത്തുന്നത്. താലപ്പൊലി ദിവസം കരടി വരവാണ് ഉണ്ടാവുക. കരടി, വാളും പരിചയം പിടിക്കുന്ന ആൾ എന്നിവയ്ക്കൊപ്പമാണ് ഇവർ ക്ഷേത്രത്തിൽ എത്തുന്നത്. ക്ഷേത്രമുറ്റത്തെ ചടങ്ങ് കഴിഞ്ഞാൽ നടയ്ക്ക് താഴെയാണ് ഇവർക്ക് പിന്നീട് ചടങ്ങുണ്ടായിരിക്കുക. താലപ്പൊലി നായാട്ട് എന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, ആ ചടങ്ങിനെക്കുറിച്ച് അതിൽ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇവരുടെ വരവിനൊപ്പം ഒരു ചെണ്ട മാത്രമേ ഉണ്ടാവാറുള്ളൂ. ഒരു ശംഖും ഉണ്ടാവും. കരടി വരവിനൊപ്പം സമുദായത്തിലെ താലപ്പൊലി എടുക്കുന്ന സ്ത്രീകളും ഉണ്ടാവും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്ഷേത്രത്തിൽ വരുന്ന ദുഷ്ടശക്തികളെ ഹുങ്കാര ശബ്ദത്തോടെ ഭയപ്പെടുത്തി ഓടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വരവിൻ്റെ ഉദ്ദേശം എന്നാണ് വിശ്വാസം. ഇവർ അമ്പലത്തിൽ എത്തിക്കഴിഞ്ഞ് പിന്നീട് നടയ്ക്ക് താഴെയുള്ള ആ ചടങ്ങിന് പോവും. പിന്നെ അത് കഴിഞ്ഞിട്ട് കോതോളിയിലേക്ക് പോവും തിരി തെളിയിക്കാൻ വേണ്ടി. കോതോളിയിൽ നിന്നും തിരി തെളിയിച്ച് വരുന്ന സമയത്ത് താലപ്പൊലിയുടെ മുന്നിൽ തന്നെ വിഘ്നേശ്വരനും കരടിയും ഭടനും ഒക്കെ ഉണ്ടാവും. താലപ്പൊലി തിരി തെളിയിച്ച് ഇവർ ക്ഷേത്രമുറ്റത്ത് എത്തുന്നതോടെ ഇവരുടെ ചടങ്ങുകൾക്ക് പരിസമാപ്തിയായി. എന്നാൽ എഴുന്നള്ളി വന്ന ഗണപതി ക്ഷേത്രത്തിലെ എല്ലാ ചടങ്ങുകളും അവസാനിച്ചിട്ടേ പോവൂ എന്നാണ് വിശ്വാസം. കരടി വരവിലെ കരടിയുടെ മുഖം ഒരു പ്രത്യേക രീതിയിലുള്ളതാണ്. ഗണപതി വരവിനെക്കുറിച്ച് ഒരു ഐതിഹ്യം കേട്ടല്ലോ. ഇതേക്കുറിച്ച് ഒരു ഐതിഹ്യം കൂടെയുണ്ട്, അതും കൂടെ ഒന്ന് പറയാം. ഒരു കാലത്ത് നിറയെ മൃഗങ്ങളുള്ള ഒരു പ്രദേശമായിരുന്നു അത് എന്നാണ് പറയപ്പെടുന്നത്. ആ സമയത്ത് കരടിയുടെ ഉപദ്രവം കൊണ്ട് ജീവിതം ബുദ്ധിമുട്ടിയ എല്ലാവരും കൂടെ ചേർന്ന് ഒറവിങ്കൽ അമ്മയുടെ നടയിലണഞ്ഞ് തങ്ങളുടെ സങ്കടമുണർത്തിച്ചു എന്ന് പറയുന്നു. താലപ്പൊലിയുടെ തലേ ദിവസമായ വലിയ വിളക്ക് ദിവസം നടത്തുന്ന ചടങ്ങ്
ആ ഒരു ചടങ്ങാണ് എന്നാണ് വിശ്വാസം. അതായത് ഒറവിങ്കൽ അമ്മയുടെ അടുത്ത് പോയിട്ട് എല്ലാവരും കൂടെ സങ്കടമുണർത്തിക്കുന്നതാണ് എന്നാണ് മറ്റൊരു വിശ്വാസം. അവരുടെ സങ്കടം കേട്ട ഒറവിങ്കൽ അമ്മ അവർക്ക് എണ്ണ നൽകി കുളിച്ച് സമാധാനമായി ഉറങ്ങിക്കൊള്ളുവാൻ പറയും. കരടിയെ പിടിച്ചു കെട്ടിക്കൊള്ളാമെന്ന് അമ്മ ഉറപ്പും കൊടുക്കുന്നു. കരടിയെ കീഴ്പ്പെടുത്താനായി ഒറവിങ്കലമ്മ ആളെ അയക്കുകയും ഏറ്റുമുട്ടലിലൂടെ കരടിയെ കീഴ്പ്പെടുത്തുകയും ചെയ്തു എന്നാണ് വിശ്വാസം. പിറ്റേന്ന് കരടിയെ കൊണ്ടുവരുന്ന ചടങ്ങിൽ കരടിയും ഒപ്പം വെള്ള ധരിച്ച് കയ്യിൽ വാളും പരിചയമായി വരുന്ന ഒരാളും ഉണ്ടായിരിക്കും. ആ ആളിനെ സൂചിപ്പിക്കുന്നത് ഒറവിങ്കൽ അമ്മ അയച്ച ആളുടെ പ്രതിനിധിയുടെ രൂപമായിട്ടാണ്. കരടിയെ പിടിച്ചു കൊണ്ടുവന്ന ശേഷം കരടി അമ്മയുടെ ദാസനായി മാറിയെന്നുമാണ് വിശ്വാസം. ഈ 2 ഐതിഹ്യങ്ങളും കുട്ടിക്കാലത്ത് പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ പത്മശാലിയ സമുദായത്തിലെ ഒരാളോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞിട്ടുള്ളത് ആദ്യത്തെ ഐതിഹ്യം മാത്രമാണ് അവരുടെ അച്ഛൻ അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഐതിഹ്യവും അവരെവിടെയോ കേട്ടിട്ടുണ്ടോ എന്ന് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഈ ഒരു ഐതിഹ്യത്തെ പറ്റി അവർക്ക് കൂടുതലായിട്ട് അറിയില്ല എന്നാണ് പറഞ്ഞത്. ഈ വിളക്കിൻ്റെ നടുഭാഗത്തുള്ള ആ കുഴിയിലാണ് എണ്ണ സംഭരിക്കുന്നത്. അതിനകത്തു നിന്നാണ് എണ്ണ തിരിയിലേക്ക് ഇടയ്ക്കിടയ്ക്കായിട്ട് എടുത്ത് കോരി ഒഴിക്കുന്നത്. ഇപ്പോൾ കുറേ പേർക്കൊക്കെ ഐതിഹ്യങ്ങളൊക്കെ അറിയാം, എന്നാൽ ചിലർക്കൊന്നും അറിയില്ല. ഐതിഹ്യങ്ങളൊക്കെ ഇടുന്ന വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടാവുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കാരണം നമ്മുടെ ചില ആചാരങ്ങളും കാര്യങ്ങളും ഒന്നും ഇപ്പോൾ അറിയാത്തവർക്കും അതേപോലെ വരും തലമുറയ്ക്കും ആചാരങ്ങൾ അറിഞ്ഞ് ആചരിക്കാമല്ലോ എന്ന ഉദ്ദേശത്തോടു കൂടെയാണ് ഇങ്ങനെയുള്ള ഐതിഹ്യങ്ങളൊക്കെ ഇടുന്നത്. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.